അങ്ങനെ കേരളത്തിലെ ഏറ്റവും ശക്തമായ CPM-ന്റെ പാർട്ടി നഗരമായ പയ്യന്നൂരും മറ്റു പാർട്ടിക്കാർ കൈയടക്കിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, രക്തസാക്ഷികളുടെ പേരിൽ പോലും പിരിച്ചെടുത്ത പണം തട്ടിപ്പ് നടത്തുകയും അതിനൊരു MLA തന്നെ നേതൃത്വം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് പാർട്ടി നേതാവ് തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഇത് തന്നെയായിരുന്നു ബംഗാളിലും ത്രിപുരയിലും CPM നശിക്കുന്നതിൻ്റെ അവസാന വർഷങ്ങൾ നമ്മൾ കണ്ടത്. അത് ചോദ്യം ചെയ്യുന്നവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മോഷ്ടിച്ചവരെ നിലനിർത്തുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്നു. അതാണ് CPM നശിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പ്രധാനം. അതായത് ബൂർഷ്വാസികൾക്കൊപ്പം നിലയുറപ്പിക്കും CPM. അപ്പോഴാണ് എതിർ ശബ്ദങ്ങളും തിരിച്ചടികളും CPM നേരിട്ട് തുടങ്ങുന്നത്. ഏതായാലും നമുക്ക് ആദ്യം തന്നെ ഒരു വീഡിയോ കാണാം. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന പയ്യന്നൂരിന്റെ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനമുന്നേറ്റ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റ് കാട്ടാളം ആരംഭികൾക്കെതിരെ അഴിമതിയുടെ കൂത്തരങ്ങായ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്നും അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന പയ്യന്നൂരിന്റെ MLA രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഗുണ്ടാവിളയാട്ടം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പയ്യന്നൂരിന്റെ മണ്ണിൽ നിന്ന് ഇല്ലാതാക്കുമെന്ന വ്യാമോഹം നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ ഗുണ്ടാവിളയോട് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ജനമുന്നേറ്റ പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരുന്നത്. ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ചാൽ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നത്തെ അക്രമം ഒരു വാണമാണ്, ശരിയായ അക്രമം. ഈ മധുസൂദനെതിരായിട്ട് നിലപാടെടുത്താൽ സകല എണ്ണത്തിനെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന ഡിവൈഎഫ്ഐയുടെ നേതാവ് പറഞ്ഞത്. എന്റെ പൊന്നു ഡിവൈഎഫ്ഐ CPM നേതാക്കളെ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വാണം വേണ്ടി വരും, അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് നിങ്ങൾക്ക് BJP-യെ തൊടാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ച പ്രസ്ഥാനമാണ്. നിങ്ങൾ അങ്ങ് പ്രേരിപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ വെല്ലുവിളിച്ച സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങൾ ഫണ്ട്, ഞങ്ങൾ രക്തസാക്ഷി, ഞങ്ങൾ എടുത്തു, നിങ്ങൾക്കെന്താ BJP-ക്കാരെന്നാ? MV ഗോവിന്ദനെ എടുത്താൽ ഞങ്ങൾ സമരം ചെയ്യാൻ വരില്ല. ഈ ജയരാജൻ എടുത്താലും ജയരാജന്മാരും ഒത്തുമെടുത്താലും ഞങ്ങൾ സമരം ചെയ്യാൻ വരില്ല. കാരണം അവരൊക്കെ ഇഷ്ടംമാരെ എടുക്കുന്നുണ്ട്, ഞങ്ങൾ ആരും സമരം ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സമരം ചെയ്തവർ MLA-യുടെ പേരിൽ ഗുരുതരമായ ആരോപണമുണ്ടായിട്ടുകൊണ്ടാണ്. കോൺഗ്രസിലെ ഒരു പ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിലാണല്ലോ ഡിവൈഎഫ്ഐക്കാര് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് രംഗത്ത് വന്നത്. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അവൾ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്തവര്, അതുപോലെ തന്നെ അവരുടെ MLA സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നവരുടെ MLA ഫണ്ട് മോഷ്ടിച്ച് സ്വന്തം സഖാക്കന്മാർക്ക് വിതരണം ചെയ്തും ഗുണ്ടകളെ പരിപോഷിപ്പിക്കാനും ഒരു പാവം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിൽ കൊടുക്കേണ്ട ഫണ്ട്, ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനൻ ശരിയായ സമരീതിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും. അതായത് CPM-ന്റെ നഗരം BJP പിടിച്ചെടുക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ കണ്ടത്. സത്യത്തിൽ CPM നശിക്കുന്നതിലുള്ള ആശങ്ക അത് തന്നെയാണ് മീഡിയ ഗ്രാമവും പങ്കുവയ്ക്കുന്നത്. CPM നശിക്കുമ്പോൾ അവിടെ വർഗീയ ശക്തികൾ കളം പിടിക്കുന്നു എന്നുള്ളത് വാർത്തകളിൽ നിറയുകയാണ്. എങ്ങനെ നശിക്കാതിരിക്കുമെന്നതാണ് ജനങ്ങളുടെ ചോദ്യം.
സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ചോര ചീന്തിയ ഒരു പാർട്ടി സഖാവിൻ്റെ പേരിൽ പിരിച്ചെടുത്ത പണത്തിൽ നിന്ന് ഏകദേശം 50 ലക്ഷത്തിനടുത്ത് രൂപ മോഷ്ടിച്ച് പങ്കുകച്ചവടം നടത്തിയെന്ന് പറഞ്ഞത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. എല്ലാ തെളിവുകളും അദ്ദേഹം നിരത്തിയാണ് ഇതൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ട് കാര്യങ്ങൾ നേരാംവണ്ണം ചർച്ച ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി മോഷ്ടിച്ചു എന്ന് പറയുന്ന MLA അടക്കമുള്ള ആളുകളെ വെള്ളപൂശാൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും നിൽക്കുമ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് പറയാൻ പണ്ടത്തെ പോലെ വിഡ്ഢികളല്ല ഇപ്പോഴത്തെ ജനങ്ങൾ. എല്ലാ സത്യങ്ങളും അറിയാൻ ഇന്ന് ഏറെ വഴികളുണ്ട്. CPMൻ്റെ കോട്ടകൊത്തളമായ പയ്യന്നൂരിൽ പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് വിമതരുടെ പ്രതിഷേധ പ്രകടനം നടന്നിരിക്കുന്നു. പാർട്ടിക്ക് തന്നെ അറിയാം, 1.5 മാസം മുൻപ് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ വിമതനായി മത്സരിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി അവിടെ ജയിക്കുകയും ഇന്ന് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി കൗൺസിലറുമാണ് ആ വിമതൻ. അതായത് പയ്യന്നൂരിൽ വിമത ശബ്ദം ഉയർന്നു വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്നും തെളിഞ്ഞു വരുന്നത്. ഇനി മറ്റുള്ള പാർട്ടിക്കാർ വന്നവിടെ നിറയും. CPMൽ നിന്ന് തന്നെ രാജിവെച്ച് പലരും പുറത്തു പോകും. അതറിഞ്ഞിട്ടും CPM ചെയ്തതെന്താണ്? MLAക്കെതിരെ പ്രതിഷേധം നടത്തിയ കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രവർത്തകരെ നടു റോഡിലിട്ട് മർദ്ദിച്ചു. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഏരിയ സെക്രട്ടറി അതേ റോഡിൽ നിന്നും വെല്ലുവിളിച്ചു. ഇത് സാമ്പിളാണെന്നും ആരെങ്കിലും ഇനിയും ഇതിന് മുതിർന്നാൽ ഇതിനേക്കാളും വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും CPM സെക്രട്ടറി വെല്ലുവിളിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അതാണ്. പൂർണ്ണ സന്നാഹങ്ങളോടെ പുരുഷ വനിത BJP പ്രവർത്തകർ വന്ന് പയ്യന്നൂർ നഗരം കൈയടക്കി. തിരിച്ചടിക്കാൻ മോഹിച്ച് അപ്പുറത്തും ഇപ്പുറത്തും കാത്തുനിന്ന CPM പ്രവർത്തകർ അത് നടക്കില്ല എന്ന് കണ്ട് സ്വയം പരാജയം ഏറ്റുവാങ്ങി തിരിച്ചു പോകുന്നതാണ് കണ്ടത്. ഇതാണ് നാശത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. CPM അവരുടെ ഏറ്റവും ശക്തമായ കോട്ടയ്ക്കുള്ളിലും കീഴടങ്ങിയിരിക്കുന്നു. BJPയാണ് അവിടെ കളം പിടിക്കുന്നത് എന്ന തിരിച്ചറിവെങ്കിലും ഈ നേതാക്കൾ കാണിക്കണമായിരുന്നു. പണ്ട് തെറ്റ് ചെയ്തവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ തിരുത്തുകയും വേണ്ടിവന്നാൽ പുറത്താക്കുകയും ചെയ്ത ഒരു പാർട്ടി ഇന്ന് മോഷ്ടിച്ചവനെ കൂടെ നിർത്തി കാണിച്ചു കൊടുത്തവനെ പുറത്താക്കുകയും തെറിവിളിക്കുകയും ചെയ്യുകയാണ്. ഒരു സംശയവും വേണ്ട, ഇന്ന് കണ്ടത് ബദലായി വരുന്നത് ഏതു പാർട്ടി എന്നുള്ളതല്ല, CPM നശിച്ചു തുടങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണത്.